ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാനിൻ്റെ റെഗുലേറ്റർ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫാനിൻ്റെ റെഗുലേറ്റർ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ നമ്മൾ ഒരു സ്വിച്ചാണ് വരയ്ക്കുന്നത്. വൺ വേ സ്വിച്ച് വരച്ചു. അതിനുശേഷം നമ്മൾ റെഗുലേറ്ററാണ് വരുന്നത്. റെഗുലേറ്ററിൽ പല രീതിയിൽ വരുന്നുണ്ട്. 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 5 പൊസിഷനിലാണ് റെഗുലേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളൊരു ഫാനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫാനിലേക്കാണ് നമ്മൾ റെഗുലേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫാനിൽ വരുന്നുണ്ട്. ഇനി ഈ ഫാനിലേക്ക് നമുക്ക് ഫേസും ന്യൂട്രും വരണം. അത് ഫേസ് കൺട്രോൾ ചെയ്തിട്ടാണ് വരുന്നത്. ന്യൂട്ര് ഡയറക്റ്റായിട്ട്, അതായത് 220 വോൾട്ടേജ് കറണ്ട് നമ്മുടെ റൂമുകളിൽ വന്നിട്ടുള്ളതിൻ്റെ സ്വിച്ചുകളിലേക്ക് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ന്യൂട്ര് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ഫാനിലേക്കാണ് പോകുന്നത്. ന്യൂട്രൽ വയർ ഡയറക്റ്റായിട്ട് എന്നെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് ഫാനിലേക്ക് പോയി. ന്യൂട്രൽ വയർ ഡയറക്റ്റ് പോയി. ഇനി വരുന്നത് ഫേസാണ് വരുന്നത്. ആ 230 വോൾട്ടിൻ്റെ ഫേസ് ഇത് ഡി ബിയിൽ നിന്നും നമ്മുടെ റൂമുകളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ ഈ ഫേസ് നിങ്ങൾക്ക് സാധാ ഫേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻവെർട്ടർ ഫേസ് കൊടുക്കാം. ഇൻവെർട്ടർ ഫേസാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഫാൻ ആയതുകൊണ്ട്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് വരുന്നത് സ്വിച്ചിൻ്റെ 2 പോളുണ്ടാവും. വൺ വേ സ്വിച്ച് ആയതുകൊണ്ട് ഒരു പോളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതായത് ഫേസ് വരുന്നത് നമ്മൾ ടെസ്റ്റർ കുത്തിക്കഴിഞ്ഞാൽ തെളിയുന്ന ആ വയറിലേക്ക് ആ സപ്ലൈ ആണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തു. ഇനി അടുത്ത സ്വിച്ചിൽ നിന്നും കൺട്രോൾ ചെയ്ത് ഒരു റെഗുലേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ടെസ്റ്റർ കുത്തിക്കഴിഞ്ഞാൽ തെളിയുന്ന ആ വയറാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റർ വഴി ഫാനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിനുശേഷം പിന്നെ റെഗുലേറ്ററിൻ്റെ അടുത്ത് വയർ എടുത്തതിന് ശേഷം നേരെ ഫാനിലേക്കാണ് പോകുന്നത്. ഫാനിൻ്റെ ലീഡ് വയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഫാനിന് 2 കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതായത് ന്യൂട്രും കിട്ടി, ഫേസും കിട്ടി. ഈ ഫേസ് റെഗുലേറ്റർ വഴി സ്വിച്ച് വഴി കൺട്രോൾ ചെയ്തിട്ടാണ് ഡി ബിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റൂമിലേക്കുള്ള സർക്യൂട്ടിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫേസ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാ ഫേസ് കൊടുക്കാം. ഇനി അതല്ല ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ, അതായത് കറണ്ട് പോകുന്ന സമയത്ത് കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിലേക്കുള്ള ഫേസ് ഏതെങ്കിലും ഒരു ഫേസ് നമ്മൾ കൊടുക്കണം. റെഗുലേറ്ററിലേക്ക്, അതായത് ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ സാധാ ഫേസ് കൊടുക്കാം. അത് റെഗുലേറ്ററാണ്. ഇത് വൺ വേ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു നോർമൽ കണക്ഷനാണ്. നമ്മുടെ റൂമുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് 2 വേ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫാൻ കണക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഫാൻ വരുന്നത് BLDC ഫാനുകൾ വരുന്നുണ്ട്. BLC അതായത് DC ഫാനുകൾ വരുന്നുണ്ട്. 32 വാട്ട് അല്ലെങ്കിൽ 28 വാട്ടിൻ്റെ BLDC ഫാൻ വരുന്നത്. സാധാരണ ഫാൻ വരുന്നത് ഏകദേശം 60 വാട്ട് 65 വാട്ടിനാണ്. BLDC ഫാനിൻ്റെ കണക്ഷൻ റെഗുലേറ്റർ ഇല്ലാതെയാണ് ചില കമ്പനികളെല്ലാം തന്നെ വരുന്നത്. അത് റെഗുലേറ്ററിൻ്റെ സ്ഥാനം മാറ്റിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ സ്വിച്ച് വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്നു BLDC ഫാൻ. എന്നാൽ BLDC ഫാൻ തന്നെ റെഗുലേറ്റർ ഉള്ള ടൈപ്പും വരുന്നുണ്ട്. BLDC ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലേറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലേറ്റർ ഉള്ള ടൈപ്പും വരുന്നുണ്ട്. റെഗുലേറ്റർ കൊടുക്കാവുന്ന മോഡലും വരുന്നുണ്ട്, റെഗുലേറ്റർ കൊടുക്കാൻ പാടില്ലാത്ത മോഡലും വരുന്നുണ്ട്. അതായത് റെഗുലേറ്റർ ചില മോഡലുകളൊക്കെ ആണെങ്കിൽ റെഗുലേറ്റർ ഉള്ള ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമോട്ട് വിത്തായിരിക്കും വരുന്നത്. ചില റിമോട്ട് ഇല്ലാതെ ആയിരിക്കും വരുന്നത്. പിന്നെ സാധാരണ രീതിയിൽ നമ്മുടെ ഫാൻ ഓൾറെഡി കൊടുക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ റെഗുലേറ്റർ ഉൾപ്പെടെ കൊടുക്കുന്ന മോഡലും അവൈലബിൾ ആണ്. BLDC ഫാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 65 വാട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. BLDC ഫാനാകുമ്പോൾ 28 വാട്ട് തൊട്ട് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് കാശിൻ്റെ നേർപകുതി, അതായത് ഫാനിന് വേണ്ടി ഉപയോഗിക്കുന്ന കറണ്ട് കാശിൻ്റെ നേർപകുതി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.